ഹലോ ഗൈസ്, ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? വറുത്തരച്ച കൊഞ്ച് കറിയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ 1/2 കിലോ കൊഞ്ച് മേടിച്ചു തന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കി, നല്ല വലിയ തലയാ, അപ്പോൾ അതും കൂടെ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വറുത്തരച്ച കൊഞ്ച് കറിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അപ്പൊ ഇവിടുത്തെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സാധനമാണ് കൊഞ്ച്. അപ്പൊ ഇന്ന് തേങ്ങ വറുത്തരച്ച് കൊഞ്ച് കറി വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. വാ ഗൈസ്, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വറുത്തരച്ച കൊഞ്ച് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ കൊഞ്ച്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 2.5 സ്പൂൺ ഉപ്പ്, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില, പച്ചമുളക്, 3 ചെറിയ കഷ്ണം പുളി, ഒരുപാട് പുളിയുടെ ആവശ്യമില്ല, പിന്നെ ഒരു 3 സ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വറുത്ത തേങ്ങ. അപ്പോൾ ഇത്രയാണ് വറുത്തരച്ച കൊഞ്ച് കറിക്ക് വേണ്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ വറുത്ത തേങ്ങ ഞാൻ മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നല്ല പൊടിയായിട്ട് നമുക്ക് അരച്ച് എടുക്കാം. ഹലോ ഗൈസ്, ഞാനപ്പം വെള്ളം ചേർക്കാതെ അരച്ചത്, എന്നിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത്. ഇനി നമുക്ക് ഇതൊരു കറിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഗൈസ്, ഞാൻ ചട്ടി നല്ല ചൂടായി, ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാ. നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. ഇതിപ്പം ഗ്രേവി കുറവാ, അപ്പൊ 1 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ആദ്യം ഉപ്പ് ചേർക്കുക. അടുത്തായിട്ട് ഞാൻ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു ഇൻഗ്രീഡിയന്റ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, മഞ്ഞപ്പൊടി. അപ്പോൾ ഒരു ചെറിയ സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഈ ഗ്രേവിക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ പൊടിയെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പം നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട്, അതിലോട്ട് നമ്മൾ കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ കറി കണ്ടോ, നല്ലോണം കൊഞ്ചും പൊടിയും വറുത്ത തേങ്ങ എല്ലാം കൂടെ നല്ല അടിപൊളിയായിട്ട് ചൂടായി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 3 കീറിയ പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് കൊടംപുളിയും കൂടെ ആഡ് ചെയ്യാം. മീൻകറിക്കകത്തിരുന്ന നമ്മുടെ പുളി ഒരുപാട് ഓവർ ആക്കണ്ട, ഒരു ആവശ്യത്തിന് പുളിയും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് നമ്മുടെ കറി തുറന്നു നോക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ കറി നല്ലോണം ഇച്ചിരി ചാറൊക്കെ കുറുകിയിരിക്കുക, കാണിച്ചു തരാം. അതിന് മുമ്പേ നമുക്ക് കുറച്ച് കറിവേപ്പില നല്ലൊരു മണം വരാനായിട്ട്, നല്ല മണവും രുചി കൂട്ടാനായിട്ട് നമ്മുടെ ഫ്രഷ് കറിവേപ്പില ആഡ് ചെയ്യാനായിട്ട് പോവുക. എന്നാ പിന്നെ നമുക്ക് അതിന്റെ രുചിയും കൂടെ ഒന്ന് നോക്കിയാലോ, ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കണ്ടേ. അപ്പൊ എല്ലാം നല്ല ബാലൻസ് ആണ്, ഉപ്പൊന്നും കൂടിയിട്ടില്ല, സൂപ്പറായിട്ട് ഇരിക്കുക. കുറച്ചു നേരം കൂടെ നമുക്ക് അടുപ്പിലിട്ടേക്കാം, ഒന്ന് സെറ്റ് ആവാനായിട്ട്, ഒന്ന് കുറുകിയൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്. ഇപ്പൊ കണ്ടില്ലേ ഗൈസ്, നമ്മുടെ കറി നല്ലോണം സെറ്റായി റെഡി ആയിട്ടിരിക്കുക. ഒന്നുകൂടെ ഒന്ന് ചാറൊക്കെ ഒന്ന് വറ്റട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം, അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഗൈസ് നല്ല കുറുകി നല്ല ചാറായിട്ട് നമ്മുടെ വറുത്തരച്ച കൊഞ്ച് കറി നല്ല കിടിലം ടേസ്റ്റില് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്, ഒരു വെറൈറ്റി ഐറ്റമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയണം. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി, ചോറിന് ഈ ഒരു കറി മതി കഴിക്കാനായിട്ട്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പം നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അപ്പോഴത്തേക്ക് ചോറ് കഴിക്കാൻ സമയമായി, ഞാൻ ചോറ് കഴിക്കാൻ പോവാണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു ഗൈസ്.